What's up, guys? Sri here. Hope you guys are doing great. X300 Pro. X300 Pro in a nutshell എനിക്ക് ഒന്നേ പറയാവുള്ളൂ. വിവോസ് ആൻസർ ടു ബാക്കിയുള്ള കൊമ്പന്മാർ, വിവോയുടെ റിപ്ലൈ ടു ബാക്കിയുള്ള കൊമ്പന്മാർ. പക്ഷേ ഇനിഷ്യലി എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള എൻ്റെ ഒപ്പീനിയനും എൻ്റെ ഫീലിംഗാണ് X200 നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാക്കിയൊരു കുലുക്ക്, ആ ഒരു ഡിസ്റപ്ഷൻ ഉണ്ടല്ലോ, അത് ഇതിനുണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് എൻ്റെ ചോദിച്ചാൽ ഇല്ലാന്ന് ഞാൻ പറയും. കാരണം എന്ന് വെച്ചാൽ X200 നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നപ്പോൾ ഒരു ന്യൂനെസ് ഉണ്ടായിരുന്നു, ഒരു എന്താ പറയുക, ഒരു എല്ലാവരെയും പിടിച്ച് കുലുക്കണം, അത്രയും റിഫൈൻഡ് ക്യാമറാസ്, അത്രയും പൊളി ടെലിഫോട്ടോ സിസ്റ്റം, ദി ബെസ്റ്റ് എന്താ പറയുക, ഓവറോൾ ഇൻ ഹാൻഡ് ഫീൽ എക്സ്പീരിയൻസും എല്ലാം തരുന്ന ഒരു പക്ക പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ആയിരുന്നു. ഫോട്ടോഗ്രാഫി ഫ്ലാഗ്ഷിപ്പിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട, X200 Pro. അതിനെ വെച്ച് എനിക്ക് ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ദിസ് ഇസ് ജസ്റ്റ് എ റിഫൈൻമെൻറ്റ് അപ്ഡേറ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റും. സാധാരണ സാംസങ് ചെയ്യുന്ന, ആപ്പിൾ ചെയ്യുന്ന ഒക്കെ രീതി കറക്റ്റ് വിവോ ചെയ്യുക. അവർ ദേ ഹാവ് പ്ലേഡ് ഇറ്റ് സേഫ്. ബെറ്റർ ഫോണാണോ? 100% ബെറ്റർ ഫോണാണ്. പക്ഷേ X200 Pro ഉണ്ടാക്കിയ റെവല്യൂഷൻ ഉണ്ടാക്കിയ പറ്റിയ ഉണ്ടോയെന്ന് ചോദിച്ചാൽ പക്ഷെ ആ ഒരു പോയിന്റ് സൈഡ് വെച്ചാൽ ഐ തിങ്ക് വൺ ഓഫ് ദി ബെസ്റ്റ് പ്രോ ഫോൺസ് നിങ്ങൾക്ക് ഇപ്പോൾ മേടിക്കാൻ പറ്റുന്നതിൽ എവറിത്തിങ് ഇസ് നൗ പോളിഷ്ഡ്. ആദ്യമേ തന്നെ എനിക്ക് പറയാനുള്ള ഈ ഡിസൈനെ കുറിച്ച്, ഈ ഡിസൈൻ നമുക്ക് എല്ലാവർക്കും ഭയങ്കര പരിചിതമായ ഒരു ഡിസൈനാണ്. വിവോ ഹാസ് ബീൻ പെർഫെക്റ്റിംഗ് ആൻഡ് മാസ്റ്റർ ചെയ്യുന്നൊരു ഡിസൈനാണ്. അതിൻ്റെ അവരുടെ സിഗ്നേച്ചർ ലുക്ക്, കാര്യങ്ങളും വലിയ ക്യാമറ എല്ലാം കൊണ്ടുവന്നിട്ട് ഐ എം എ ബിഗ് ഫാൻ ഓഫ് ദിസ് ഡിസ്പ്ലേ. അതിന് തർക്കമൊന്നുമില്ല. ഫ്രണ്ടിൽ ആർമർ ഗ്ലാസ് ഉണ്ട്, അലൂമിനിയം ആണ്, ബാക്കിലും ഗ്ലാസ് കൺസ്ട്രക്ഷനാണ്, IP69 ആണ്. ഡ്യൂറബിലിറ്റി സ്റ്റാൻഡ്ബൈയിൽ നിന്ന് നമുക്കൊരു ഡൗട്ടോ കാര്യം ഒന്നും വേണ്ട, അത്രയ്ക്ക് കിടിലം സാധനമാണ്. 226 ഗ്രാംസോ 230 ഗ്രാംസിൻ്റെ അകത്ത് വെയിറ്റ് ഉള്ളൂ. അതൊരു വലിയ വെയിറ്റ് ആണോ എന്ന് വെച്ചാൽ ദിസ് ഈസ് പ്രോപ്പർലി വെയിറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് എനിക്ക് പറയാൻ പറ്റും. നമ്മൾ ഉപയോഗിക്കുമ്പോഴും പിടിക്കുമ്പോഴും ഒക്കെ എന്താ പറയുക, നൈസാണ്. പിന്നെ ഈ ഒരു ക്യാമറ ഹമ്പിൻ്റെ ഇവിടെ വിരൽ വെക്കാനൊക്കെ, പ്ലേസ് ചെയ്യാനും റെസ്റ്റ് ചെയ്യാനൊക്കെ ഒരു പ്ലേസ് ഉണ്ടായിട്ട് നമുക്ക് ഉപയോഗിക്കുമ്പോൾ ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്. ഡിസൈൻ വൈസ് ആബ്സല്യൂട്ട്ലി ഹാൻഡ്സ് ഡൗൺ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ ഗൈസ്, പ്രോ ഫോൺ ആകുമ്പോൾ അബ്സല്യൂട്ട്ലി നിങ്ങൾ പ്രതീക്ഷിക്കുക അതിൻ്റെ പ്രോ ഡിസ്പ്ലേ ആയിരിക്കും എന്ന്. ഒന്നും പറയില്ല. 4500 സ്പീക്ക് ബ്രൈറ്റ്നസ് ഉള്ള ഡോൾബി വിഷൻ, HDR10+, HDR വിവിഡ് പ്ലസ്, എന്തൊക്കെ സർട്ടിഫിക്കേഷനും ബെൽസ് ആൻഡ് വിസിൽസും ഇപ്പം മാർക്കറ്റിലുണ്ടോ അതെല്ലാം ഉള്ളൊരു ടോപ്പ് ഓഫ് ദ ലൈൻ ഡിസ്പ്ലേ. എന്ന് നിങ്ങൾ ഒന്നും ചിന്തിക്കണ്ട. നിങ്ങൾക്ക് എന്താ പറയുക, എനിക്കൊന്ന് HBM ഓൾമോസ്റ്റ് 1500 നിറ്റ്സിൻ്റെ ഇടയിൽ നിൽക്കുന്നു തോന്നുന്നു. ദാറ്റ് ഇസ് ഗുഡ്. ബ്രൈറ്റ്നസ്സിൻ്റെ കാര്യങ്ങൾക്ക് പോകുന്നത് നിങ്ങൾക്ക് ഒരു പ്രശ്നം വരത്തില്ല. സൂപ്പർ പ്ലെൻറ്റി ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ്. കളേഴ്സ് വിവോയുടെ ട്യൂണിംഗ് ആണ്, സൂപ്പർ അടിപൊളി. അതേപോലെ തന്നെ ഈ ഒരു കാര്യം എടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ PWM ഉണ്ട്, LTPO ഉണ്ട്, 1 ബില്യൺ പ്ലസ് കളേഴ്സ് ഉണ്ട്. ദി ടോപ്പ് ഡിസ്പ്ലേ, ഫ്ലാഗ്ഷിപ്പ് ഡിസ്പ്ലേ എന്ന് തന്നെ എനിക്ക് പറയാൻ ഒന്നും പറയില്ല. ആ ഡിസ്പ്ലേ എക്സ്പീരിയൻസിൻ്റെ കൂടെ ഹൗസ് ദ സ്പീക്കർ, നിങ്ങൾ ഗെയിം കളിക്കുമ്പോഴും സിനിമ കാണുമ്പോഴും സ്പീക്കേഴ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറയാൻ പോവാ ടോപ്പ് നോച്ച്. ഞാൻ ഹാപ്റ്റിക്സ് ഗൈസ് എനിക്ക് ഉറപ്പാണ് ഒരു X200 Proയിൽ നിന്ന് X300 വന്നപ്പോൾ എന്തൊക്കെ വ്യത്യാസം വരുത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ. കാരണം ടൈപ്പൊക്കെ ചെയ്യുമ്പോൾ ഇപ്പം ആ ഒരു ടാക്ടൈൽ ഫീൽ, പ്രിസൈസ് ഒരു ഐഫോൺ ലെവൽ ഓഫ് ടാക്ടൈൽ ഫീൽ എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഹാപ്റ്റിക് മോട്ടോഴ്സ്, സൂപ്പർ സ്പീക്കേഴ്സും. ഞാൻ എന്താ പറയുക, നിങ്ങൾക്ക് ഒരുപാട് ലാഗ് അടിപ്പിക്കുക, ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് വരുവാണെങ്കിൽ NCS മ്യൂസിക് ഇടാം, ഇല്ല എനിക്ക് കോപ്പിറൈറ്റ് അടിക്കും. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇച്ചിരി NCS മ്യൂസിക് കേൾപ്പിച്ച് തരാം, ജസ്റ്റ് ഒരു ട്രയൽ പോലെ കേട്ട് നോക്കുക. ഓ നൈസ് നൈസ്. എന്താ പറയുക, എനിക്ക് അവർ സ്പീക്കേഴ്സിനകത്ത് എന്തൊക്കെയോ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം പണ്ട് വിവോയുടെ സ്പീക്കേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ലൗഡ് മാത്രമായിരുന്നു. പക്ഷേ ഇപ്പം ആ ഒരു സെപ്പറേഷനും ക്ലാരിറ്റിയും ക്ലിയർനെസ്സും ഒക്കെ വന്നിട്ടുണ്ട്. സ്പീക്കേഴ്സ് ആൻഡ് ഹാപ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് തോന്നുന്നു X200 Proയിൽ നിന്ന് ഒരു വ്യത്യാസം അല്ലെങ്കിൽ ജമ്പ് അപ്പ് ഉണ്ടായിട്ടുണ്ട്. സോ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ഈ ഫോണിനകത്ത് പ്രൈം ഫോർ ഷുവർ എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം. അതേപോലെ തന്നെ വേറൊരു കാര്യം പറയണം, ഇനി നമുക്ക് പെർഫോമൻസ് ആൻഡ് ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ട്വിസ്റ്റഡ് സാധന. ഞാൻ എൻ്റെ X300 റിവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിമെൻസിറ്റി 9500 3nm ചിപ്സെറ്റ് അടിപൊളിയാണ്, പക്ഷേ എൻ്റെ തെർമൽസും അത്ര പ്രോപ്പർ അല്ല ഗൈസ്. പക്ഷേ ആ ഒരു റിവ്യൂ, ആ ഒരു പെർസ്പെക്റ്റീവ് അല്ല ഞാൻ ഇവിടെ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇതൊരു വലിയ ഫോണാണ്, ഇതിന് ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യാൻ അത്യാവശ്യം പറ്റും. ഇതൊരു പ്രൈമറി ഗെയിമിംഗ് ഫോണായിട്ട് ഞങ്ങൾ നിങ്ങളുടെ സജസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ പ്രോബബ്ലി നോ. പക്ഷേ ഇതിന് സീരിയസ് ഗെയിമിംഗ് കേപ്പബിലിറ്റീസ് ഉണ്ട്. ആ G1 Ultra എന്ന് പറയുന്ന GPU നിങ്ങളൊന്ന് ജസ്റ്റ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഭയങ്കര കേപ്പബിൾ ആയിട്ടൊരു GPU ആണ്. അടിപൊളി GPU, ആമിൻ്റെ ആണ് അവർക്ക്.
നിങ്ങൾക്ക് ഒരു കോമ്പറ്റീറ്റീവ് ഗെയിമറിനൊക്കെ വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സറാണ്. വിവോയുടെ ട്യൂണിങ്ങും കാര്യങ്ങളും തെർമൽസും ഒക്കെ ഞാൻ ഭയങ്കരമായിട്ട് എക്സ്റ്റെൻസീവ് ഗെയിം കളിച്ചിട്ടില്ല, ഗെയിം കളിക്കുന്ന ഒരാളല്ല. പക്ഷെ ഞാൻ യൂട്യൂബിലും കാര്യങ്ങളിലും റെഡിറ്റിലും ഒക്കെ നോക്കിയപ്പോൾ പെർഫോമൻസും തെർമൽസും കാര്യങ്ങൾ ഇതൊരു സീരിയസ് ഗെയിമിംഗ് ഫോണായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. പെർഫോമൻസിനെ കാര്യത്തിൽ ടോപ്പ് നോച്ച്, ഒന്നും പറയാനില്ല, ടു ദ പോയിന്റ്, ടു ദ മാർക്ക്. തെർമൽസിന്റെ ആസ്പെക്റ്റിൽ പറയുകയാണെങ്കിൽ വലിയൊരു ചൂടാവുന്ന ഇഷ്യൂസ് ഒന്നുമില്ല. എസ്പെഷ്യലി വിവോന്റെ ഇൻബിൽറ്റ് കേസും കൂടെ ഒരു ഉപയോഗിക്കുകയാണെങ്കിൽ ഹീറ്റിംഗ് വോണ്ട് ബി ആൻ ഇഷ്യൂ ഫോർ യു, അതെനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അതേപോലെ അതെങ്ങനെ ബാറ്ററി ലൈഫിനെ കുറിച്ച് അഫക്ട് ചെയ്യുന്നത് വെച്ചാൽ, ബാറ്ററി ലൈഫിനെ നിങ്ങൾ ഒരുപാട് അഫക്ട് ചെയ്യില്ല. 6510 mAh ആണ്. ഓരോ 10 mAh സ്ക്വീസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള. റെസ്പെക്ട് ഫോർ വിവോ, റിയലി ഗുഡ് ബാറ്ററി ലൈഫ്. ഒരു 2 day ഫോൺ ഞാൻ പറയുന്നത് വെച്ചാൽ നോ. ഒരു 1.5 day ഫോൺ എന്ന് പറഞ്ഞാൽ യെസ്, അങ്ങനെ വേണേൽ പറയാം. ഒരു സാധാരണക്കാരനാണല്ലോ ഒരു 1.5 ദിവസവും ഒക്കെ ഫ്രീ ആയിട്ട് ചിന്തിക്കാതെ ബാറ്ററി ചാർജ് ചെയ്യുന്നതിനെ കുറിച്ചൊന്നും ചിന്തിക്കാതെ കൊണ്ട് നടക്കാം. പക്ഷെ ഒരു 2 ഡേയിലേക്ക് പുഷ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നില്ല അതിനുള്ള നിങ്ങൾക്ക് ബാറ്ററി കപ്പാസിറ്റി ഉണ്ടെന്ന്. എസ്പെഷ്യലി ഇതൊരു വലിയ ഡിസ്പ്ലേ ആണ്, അതുകൊണ്ട് വലിയ ബ്രൈറ്റ്നസ്സും ഹാപ്റ്റിക്സും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇറങ്ങി പൊക്കോണ്ടിരിക്കും. അത് കീപ്പ് ഇൻ മൈൻഡ്. പിന്നെ ചാർജിങ്ങിനെ കുറിച്ച് പറഞ്ഞാൽ 90 watt ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട്, പട്ടേ തടിച്ച് കയറിക്കോളൂ. 40 watt വയർലെസ് ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട്, റിവേഴ്സ് ചാർജിങ്, റിവേഴ്സ് വയർലെസ് ചാർജിങ് കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ട് സൂപ്പർ. പിന്നെ ഗെയിമേഴ്സിന് വേണമെങ്കിൽ ഇതിന് ബൈപാസ് ചാർജിങ് കൊണ്ടുണ്ട്, ഡയറക്റ്റ് ആയിട്ട് കുത്തിയിട്ട് കളിക്കാൻ പറ്റും. അതും നല്ലൊരു സാധനമാണ്. നമ്മുടെ ഗെയിം മോഡിനകത്ത് പോയി നിങ്ങൾ എനേബിൾ ചെയ്താൽ മതിയാകും. പെർഫോമൻസ് ബാറ്ററി സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് അബ്സല്യൂട്ട് ബീസ്റ്റ്, ദി കില്ലർ ഫോൺ. പക്ഷെ എന്നാലും ഒരു കോമ്പറ്റേറ്റീവ് ഗെയിമറിന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ പ്രോബബ്ലി ഗൈസ്, നിങ്ങൾ ഗെയിമിംഗ് മാത്രമാണ് പ്രൈമറി ഇൻറ്റൻറ്റ് എങ്കിൽ എന്താ പറയുക, ഐഫോണിലേക്കോ ബാക്കിയുള്ള ആൻഡ്രോയിഡ് ഗെയിമിംഗ് ഫോണിലേക്ക് നോക്കുക. പക്ഷേ ഇത് പെർഫോമൻസ് വൈസിൽ ഗെയിമിംഗ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നതിനൊന്നും ഒരു പ്രശ്നമില്ലെന്ന് ഞാൻ ഇവിടെ പറയാം. വേറെ കാര്യം എനിക്ക് പറയാനുള്ളത് ഗൈസ്, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദി ഒറിജിൻ OS. ഞാൻ X300ൻ്റെ ഡീറ്റെയിൽ റിവ്യൂവിനകത്ത് പറഞ്ഞായിരുന്നു, ഒറിജിൻ OS ജസ്റ്റ് ഒരു എസ്തെറ്റിക് അപ്ഡേറ്റ് മാത്രമല്ല എന്താ പറയുക വിവോയുടെ വക. അതിന് ഒരുപാട് ഫങ്ഷനാലിറ്റീസ് കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് അനിമേഷൻ ചേഞ്ചസ് കൊണ്ടുവരുന്നത്, ഒരു സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 5 വർഷം OS അപ്ഡേറ്റ് വിവോ ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് മോർ ദാൻ ഇനഫ്. 5 വർഷമൊക്കെ കിട്ടിയത് അത്രയൊക്കെ ഒരു ഫോൺ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഇഞ്ചൻ പരുവായിട്ട് തന്നെ ബാറ്ററിയൊക്കെ കത്തി പൊക്കോളും. അത് നല്ലൊരു ടൈം പീരീഡ്. ഇതേപോലെ ഒരു ഫ്ലാഗ്ഷിപ്പ് എടുത്ത് ഉപയോഗിക്കാനും പറ്റുന്നത്. വേറെ കാര്യം എനിക്ക് പറയാമെന്ന് വെച്ചാൽ, സോഫ്റ്റ്വെയറിനകത്ത് ഒരുപാട് കിടിലം ഫീച്ചേഴ്സ് ഉണ്ട്. എസ്പെഷ്യലി AI ബേസ്ഡ് ഫീച്ചേഴ്സ് വിവോ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഒറിജിൻ OS ഞാൻ വീണ്ടും പറയാം, ഇതൊരു ഇന്റർനാഷണൽ ഒരു ഗ്ലോബൽ OS ആയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇന്ത്യ സെപ്പറേറ്റ് OSന്റെ കണക്കല്ല അവർക്ക് ഇനി ഫണ്ടിങ് റിസർച്ചിങ്ങും കാര്യങ്ങളൊന്നും വരുന്നത്. അപ്പോൾ ഫ്യൂച്ചറിൽ എനിക്ക് ഉറപ്പായിരിക്കും ലോട്ട് മോർ സപ്പോർട്ടും ലോട്ട് മോർ AI ഫീച്ചേഴ്സും കാര്യങ്ങളും അഡീഷൻസും ഒക്കെ ഉണ്ടാവും. ദാറ്റ് ഈസ് ഫോർ ഷുവർ. ഒറിജിൻ OS ഇസ് ദ റൈറ്റ് വേ ടു ഗോ എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ഗൈസ് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. പിന്നെ ഒരു കാര്യം, ഒറിജിൻ OSന്റെ എസ്തെറ്റിക് ചെറുതായി മാറി വരുന്നു. ആ ചൈനീസ് ക്ലട്ടഡ് ലുക്ക് അല്ലാത്ത എന്താ പറയണ ഒരു കോർപ്പറേറ്റ് സ്റ്റൈലിങ്ങിലേക്കൊക്കെ മാറി വരുന്നു. ആൻഡ് അനിമേഷൻസ് ഒക്കെ ബട്ടറി സ്മൂത്ത്, സൂപ്പർ. എൻ്റെ ബെസ്റ്റ് OS എക്സ്പീരിയൻസ് ആണോ എന്ന് വെച്ചാൽ നോ. പക്ഷേ ഗുഡ് OS, നല്ലൊരു OS ആണ്. എനിക്ക് കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ ഇച്ചിരി സ്റ്റോക്ക് ക്ലീൻ ആൻഡ്രോയിഡ് ബോയ് ആയതുകൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ പറയണേ. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദി മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഈ ഫോൺ മേടിക്കാൻ കാരണം, ഇവൻ്റെ ക്യാമറ. ഈ വലിയ വട്ടം. ഇവിടെ ഗൈസ് എനിക്കൊരു മിക്സ്ഡ് ഒപ്പീനിയൻ ഉള്ളത്. ഈവൻ ദോ ഇൻ പേപ്പറിനകത്ത് എനിക്ക് തോന്നുന്നില്ല ഭയങ്കര വ്യത്യാസം ഉണ്ടെന്ന്. അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, X200 Proയിൽ നിന്ന് എനിക്ക് ഈ ക്യാമറയിലോട്ട് ഉപയോഗിക്കുമ്പം ഭയങ്കരമായ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. അതാണ് സത്യസന്ധമായി പറഞ്ഞാൽ. ഡോണ്ട് ഗെറ്റ് മീ റോങ്, എല്ലാ ബെൽസ് ആൻഡ് വിസിൽസും ഉണ്ട്. നിങ്ങൾക്കൊരു 200 MP മെയിൻ ഷൂട്ടർ, 50 MP ടെലിഫോട്ടോ, 3.7x ഒപ്റ്റിക്കൽ സൂം, വേറൊരു 50 MP, പിന്നെ ഒരു 50 MP സെൽഫി, കാര്യങ്ങളെല്ലാം ഉണ്ട്. നിങ്ങൾക്ക് എന്തോ കിടിലം ടോപ്പ് ഓഫ് ദ ലൈൻ സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് 4K 120 എനിക്ക് ലോഗ് ഷൂട്ട് ചെയ്യാം, 10-bit ലോഗ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന കേപ്പബിലിറ്റി ഉണ്ട്. സുപ്രീംലി കേപ്പബിൾ ഡിവൈസ് ആണെന്ന് ഒരു സംശയം വേണ്ട. പക്ഷേ നോട്ട് സർപ്രൈസിങ്, അതാണ് എനിക്ക് പറയാനുള്ളത്. X200 Pro നമ്മുടെ മാർക്കറ്റിൽ കൊണ്ടുവന്നൊരു, ഞാൻ X200 Pro ഫാൻ. അതിന് പറയാം, ആ ഒരു സർപ്രൈസ് എനിക്ക് ഇതിനകത്ത് കിട്ടുന്നില്ല. അത് മാത്രമാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്യാമറാസ് ആർ ഗുഡ്, അടിപൊളി, എക്സെപ്ഷണലാണ്. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. X200 Proനെ കാട്ടി ബെറ്റർ ആണോ എന്ന് വെച്ചാൽ യെസ്, ഒരുപാട് രീതിയിൽ പോളിഷിങ്, റിഫൈൻമെന്റ്, അപ്ഡേറ്റിന്റെ ക്യാമറയിലുണ്ട്, ബെറ്റർ തന്നെയാണ്. പക്ഷെ ഒരു മാർജിനൽ ഡിഫറൻസ് ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ iPhone 16ൻ്റെയും iPhone 15ൻ്റെയും ക്യാമറ കമ്പയർ ചെയ്യുന്നത്, 16ൻ്റെ ക്യാമറ ഒരു ഫോർ എ ട്രെയിൻ ഡൈസ് ബെറ്റർ, അത് സിമ്പിളായിട്ട് പറയാൻ പറ്റും. പക്ഷേ iPhone 15ൻ്റെ ക്യാമറയോ കമ്പയർ ചെയ്യുകയാണെങ്കിൽ സാധാരണക്കാരൻ നോക്കുമ്പോൾ വലിയ വ്യത്യാസമൊന്നും മനസ്സിലാവത്തില്ല. അത് തന്നെ എനിക്ക് ഇവിടെ പറയാനുള്ളത്. ഐഫോൺസിനകത്ത് ഉണ്ടാകുന്ന ജനറേഷണൽ ഇൻക്രിമെന്റ് ഓഫ് സ്മോൾ അപ്ഗ്രേഡ് ടു ദി ക്യാമറേൻ്റെ കണക്ക് തന്നെ ഇവിടെ ഫോട്ടോസ് കോൺട്രാസ്റ്റ് ആവുന്നുണ്ട് ചെറുതായിട്ട്. HDR ടോപ്പ് ഓഫ് ദി ലൈൻ, ഷെഫ്സ് കിസ്, ഡീറ്റെയിൽസ്, സ്കിൻ ടോൺസ്, അങ്ങനത്തെ കാര്യങ്ങൾ, എഡ്ജ് ഡിറ്റക്ഷൻ ഒക്കെ സൂപ്പറായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് ഒരു കുറ്റവും കാര്യങ്ങളും ഒന്നും പറയാനില്ല.
ഹാൻഡ്സ് ഡൗൺ ഐ എം എ ഫാൻ ബോയ് ഓഫ് ദിസ് ക്യാമറ സിസ്റ്റം. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഫോർ പോർട്രേറ്റ്സ് വിവോ പ്ലസ് സൈസ് കോംബോ ഡെഡ്ലിയാണ്. മൈ ഫേവറേറ്റ് പോർട്രേറ്റ് ഫോൺ എന്ന് വേണമെങ്കിൽ ഇത് പറയാം. ദാറ്റ് ഇസ് ഇറ്റ്. ക്യാമറാസിനെ കുറിച്ച് എനിക്ക് ഒരുപാട് പറഞ്ഞ് ലാഗൊന്നും ആക്കണ്ട. സോ ഗൈസ്, ഹൗ ഇസ് ദ ഫോൺ, ഡു ഐ റെക്കമെൻഡ് ദിസ് ഫോൺ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് സിമ്പിളായിരിക്കും. ഡെഫിനറ്റ്ലി ദി ബെസ്റ്റ് വിവോ ഫോൺ. എന്താ പറയണ, ഐഫോണിനാണ് കാരണം ദി ബെസ്റ്റ് ഐഫോൺ എന്ന് പറഞ്ഞാൽ എല്ലാ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ദി ബെസ്റ്റ് വിവോ ഫോണാണിത്. പക്ഷേ നിങ്ങൾക്ക് ഭയങ്കര ചീപ്പറായിട്ട്, ഇതിലും അത്യാവശ്യം ചീപ്പറായിട്ട് X200 Pro എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ പറയാൻ പോവാ അത് എടുക്കുക. കാരണം അതിൻ്റെ ഒറിജിനൽ അപ്ഡേറ്റ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ക്യാമറയിൽ നിങ്ങൾ വലിയ മിസ്സിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല, ഗെയിമൊന്നും കളിക്കത്തില്ലെങ്കിൽ വലിയ മിസ്സിംഗ് ഒന്നും ഇല്ല. പക്ഷേ നിങ്ങളുടെ പൈസ ഉണ്ട്, യു വാണ്ട് ദി ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ക്യാമറ ഫോൺ ഫോർ പോർട്രേറ്റ്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇതെടുത്താൽ നിങ്ങൾ ഒട്ടും റിഗ്രറ്റ് ചെയ്യത്തില്ല. ഇത് നമ്മുടെ ഇച്ചിരി എനിക്ക് തോന്നുന്നു ബ്ലാക്ക് ഫ്രൈഡേ ഒക്കെ കഴിഞ്ഞ് ഇച്ചിരി ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ നല്ല ഓഫറിൽ മിക്കവാറും വിവോ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ലുക്ക് ഫോർവേഡ് ടു ദാറ്റ്. ഒന്നും പറയില്ല, X200 Pro വെച്ച് നോക്കുക അപ്ഗ്രേഡ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മാർജിനബിളി ഞാൻ ഇപ്പം മാർക്കറ്റിൽ പ്രൈസ് നോക്കുമ്പോൾ X200 Pro ഭയങ്കര കുറഞ്ഞ് പോകുന്ന കണ്ടപ്പോൾ ആ ഒരു ഡിഫറൻസ് ഓഫ് പ്രൈസിന് ഇത് വർത്താണോ എന്ന് ചോദിച്ചാൽ പ്രോബബ്ലി നോട്ട്. ബട്ട് കൺഫ്യൂഷൻ വേണ്ട, ഒന്നും വേണ്ട. ദിസ് ഈസ് ദി ബെസ്റ്റ് വിവോ ഫോൺ ഔട്ട് ദെയർ ആൻഡ് ദിസ് ഈസ് ദി ബെസ്റ്റ് ക്യാമറ ഫോൺ ഫോർ പോർട്രേറ്റ്സ് എന്ന് പറയാം. ഐ റിയലി ലവ് ദിസ് ഫോൺ. പൈസ ഉണ്ടെങ്കിൽ നിങ്ങളൊന്നും ചിന്തിക്കേണ്ട, ധൈര്യമായിട്ട് പോയി എടുക്കാം. So guys, it's Sri here. Talk to you guys later. Love you.